ഓണം സ്പെഷ്യൽ 11ാമത്തെ ഡിഷാണ് ഇത്. മത്തങ്ങയും പയറും. പയറെന്ന് വെച്ചാൽ മുതിരപ്പയർ വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ചതാണ് ഈ കാണുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: തേങ്ങ, ജീരകം, ചെറിയ ജീരകം, പച്ചമുളക് ഒരു 10 എണ്ണം, പിന്നെ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വെള്ളം വെച്ചു. വെള്ളത്തിൽ നമ്മൾ ഈ മത്തങ്ങ ആദ്യം ഇടുകയാണ്. മത്തങ്ങ ഇട്ട് നമ്മൾ വേവിക്കുക. ഒരു വിസിൽ ഇട്ടിട്ട് നമ്മൾ വേവിക്കുക. വേവുമ്പോൾ ഒരു തുരുതുരുപ്പായി അത് വെന്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച പയറിടുകയാണ്. അപ്പം മത്തങ്ങ ഏകദേശം വെന്തതാണ്. അപ്പോൾ ആ വെന്തതിൻ്റെ കൂടെ ഒരു വിസിൽ കൂടെ ഇടുമ്പോൾ ഒന്നും കൂടെ അത് വേവുന്ന കണക്ക് ആവും. അധികം വെന്ത് ഉടയണ്ട മത്തങ്ങ. അപ്പം ആ രീതിയിലാണ് ഇപ്പം മത്തങ്ങ ഏകദേശമായി. പിന്നെ ഈ തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ മിക്സിയിൽ ഒരു അടി തുരുതുരുപ്പായിട്ട് ഒരടി അടിച്ച് കൊണ്ടുവന്ന് ഇതിൽ ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കുകയാണ്. അപ്പോൾ അത് വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കും. അടച്ച് ഒരാവി വരുമ്പോൾ നമുക്കത് ഇറക്കാം. ഇതിന് കടു താളിക്കുകയാണ്. എന്നിട്ട് കടുവും കൂടെ അത് വേവുമ്പോഴത്തേക്കും നമ്മളിത് കടു താളിക്കുക. കടു താളിക്കുന്നതിന് ഒന്ന് ചെറിയ ഉള്ളി ഇടുക, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ സവാള ചേർക്കുക. സവാള അരിഞ്ഞ്, ഇതിപ്പോൾ സവാള അരിഞ്ഞ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കടുക്, അതിന് വേണ്ടുന്ന കടു താളിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തേങ്ങ അരിഞ്ഞിട്ട് തേങ്ങ കൊത്തും കൂടി നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് കുക്കറിൽ നമ്മൾ ഇത് മത്തങ്ങ വേവുന്നുണ്ടല്ലോ, മത്തങ്ങയും പയറും അത് വേവുന്നത് നമ്മളൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഏകദേശം മത്തങ്ങയും പയറും വെന്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്ത്, അപ്പോഴത്തേക്ക് ഈ തേങ്ങയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ തേങ്ങ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. മത്തങ്ങ ഇവിടെ നമ്മൾ ഇളക്കി അതിൻ്റെ പരുവത്തിനാക്കി. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ആവശ്യത്തിന് അരച്ച് കൊണ്ടുവന്ന് അത്രയും വെള്ളം മാത്രം മതി. അപ്പോൾ തേങ്ങ ഏകദേശം ഒന്ന് ബ്രൗൺ കളറ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് മത്തങ്ങ ഇവിടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും അവിടെ ആക്കി കഴിയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഡിഷ് വേഗം ശരിയായി കഴിയും. അതാണ് 2 അടുപ്പിലായിട്ട് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആകുന്നു. അപ്പോൾ ഈ മത്തങ്ങയുടെ അരപ്പിട്ടില്ലേ, അപ്പോൾ ആ പച്ചമണമെല്ലാം അതിൽ നിന്ന് പോകണം. പിന്നെ നമ്മൾ അതിനകത്ത് 2 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കടുക്. പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മൾ 2 അരി ഇതിനകത്ത് ഇടണം. അരി ഇട്ട് മൂപ്പിക്കണം. അപ്പോഴാണ് അതിന് രുചി വരുന്നത്. മത്തങ്ങയിൽ അരിയും കൂടെ ഇട്ട് ഒന്ന് എണ്ണയിൽ വറുത്ത് മൂപ്പിച്ച് ഇടുമ്പോഴാണ് ഈ മത്തങ്ങയ്ക്ക് തേങ്ങയുടെയും അരിയുടെയും ആയ സ്പെഷ്യലായിട്ടുള്ള നല്ല ഒരു മണം വരുന്നത്. അപ്പോൾ അങ്ങനെ മത്തങ്ങ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ 11ാമത്തെ ഓണം സ്പെഷ്യൽ മത്തങ്ങയാണ് ലാസ്റ്റ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പം അടിപൊളി മത്തങ്ങയും പയറും. അത് സാധാരണ പയറല്ല, മുതിരപ്പയറാണ്. മുതിര കൊണ്ട് മത്തങ്ങ ചേർത്ത് വെച്ചിട്ടുള്ള നല്ലൊരു മത്തങ്ങ കറിയാണ് ഇപ്പം ഇന്നിവിടെ റെഡിയായി കഴിഞ്ഞത്. മുതിര പല ഗുണങ്ങൾ ഉള്ള ഒന്നാണ്. ഓക്കെ, ബായ്.